പാലായിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസായത്. 26 കൗൺസിലർമാരിൽ 17 പേർ ഇന്ന് കൗൺസിലിൽ യോഗത്തിൽ ഹാജരായി. 17 പേരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 12 പ്രതിപക്ഷ കൗൺസിലർമാർ, 4 കോൺഗ്രസ് അംഗങ്ങൾ, 1 സ്വതന്ത്ര അംഗം എന്നിവരാണ് വോട്ട് ചെയ്തത്. അതേസമയം ദിനു പുളിക്കക്കണ്ടം അങ്ങനെ പുറത്തായിരിക്കുകയാണ്. നഗരസഭയിൽ അവിശ്വാസം പാസ്സായതോടെ ദിയ ബിനു പുളിക്കക്കണ്ടം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നു. നഗരസഭാ അധ്യക്ഷ ദിയ ബിനു ഉൾപ്പെടുന്ന സ്വതന്ത്ര കൂട്ടായ്മയോട് കോൺഗ്രസ് കൗൺസിലർമാരും സ്വതന്ത്ര അംഗമായ ഉപാധ്യക്ഷ മായ രാഹുലും ഇടഞ്ഞതോടെയാണ് പാലാ നഗരസഭയിൽ ഭരണപക്ഷത്ത് വലിയ രീതിയിലുള്ള വിള്ളലുണ്ടായത്. ഈ രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. പാലാ നഗരസഭയിൽ 26 അംഗങ്ങളാണുള്ളത്. 14 പേരുടെ പിന്തുണയാണ് അവിശ്വാസം പാസ്സാകാൻ വേണ്ടത്. LDFന് 12 അംഗങ്ങളുണ്ട്. UDFന് നിലവിൽ 14 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. കോൺഗ്രസ് 6, കേരള കോൺഗ്രസ് 3, സ്വതന്ത്ര മുന്നണി 3, KDP 1, സ്വതന്ത്രയായി വിജയിച്ച് മായ രാഹുലിന്റെ പിന്തുണയും കൂടി ഉൾപ്പെടുന്നതാണ് ഈ 14. എന്തായാലും ദിയ ബിനു ഉൾപ്പെടുന്ന സ്വതന്ത്ര കൂട്ടായ്മ ഭരണത്തിനെതിരെ കോൺഗ്രസ് അംഗങ്ങളുടെ എതിർപ്പ് ഉയർന്നതോടെയാണ് LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചത്.